സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ കാണുമ്പോൾ പറഞ്ഞിരിക്കേണ്ട എല്ലാ കാര്യങ്ങളും ഒരൊറ്റ വീഡിയോ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാണ്. ഞാനിപ്പോൾ ഇന്ന് വന്നിട്ട് നിങ്ങൾ ഈ സിനിമ കാണുക, ആ സീരീസ് കാണുമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പടം ഇങ്ങ് തൊട്ടടുത്തെത്തി. അതുകൊണ്ട് തന്നെ നമ്മളങ്ങനെ എന്ത് കാണണം കാണണ്ടെന്ന് പറയുകയല്ല, മറിച്ച് എന്തൊക്കെയാണ് അറിയേണ്ടതെന്നുള്ളതാണ്. ഈ ഒരു സിനിമയിൽ ഹൾക്ക്, പണിഷർ തുടങ്ങി മെയിനായിട്ട് വരുന്ന ക്യാരക്ടേഴ്സ് ഉണ്ട്. അതുപോലെ റൂമേർഡ് ആയിട്ട് ഇന്ന ക്യാരക്ടേഴ്സ് വരുമെന്ന് പറയുന്നുണ്ട്. അതുപോലെ ചില മിസ്റ്റീരിയസ് ക്യാരക്ടേഴ്സും ഉണ്ട്. പിന്നെ നമ്മുടെ സ്വന്തം സ്പൈഡർമാനെ കുറിച്ച് പറയാനും കുറച്ച് കാര്യങ്ങളുണ്ട്. സോ ഇതെല്ലാം നമ്മൾ പ്രോപ്പർ ഈ പറഞ്ഞ ക്യാരക്ടേഴ്സിന്റെ ബാക്ക് സ്റ്റോറിയും എങ്ങനെ കണക്ട് ആവുന്ന കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒറ്റ വീഡിയോയിലൂടെ ബ്രാൻഡ് ന്യൂ ഡേക്ക് മുന്നേ അറിഞ്ഞിരിക്കേണ്ട എല്ലാ കാര്യങ്ങളും സെറ്റായിട്ട് മനസ്സിലാവും. പിന്നെ നമ്മൾ ഡൂംസ്ഡേയുടെ ട്രെയിലർ ബ്രേക്ക് ഡൗൺ ഇതുവരെ ചെയ്തില്ല. കുറേ പേര് കൊമിക് മന്ത്രയുടെ ഐബിയിലും പേഴ്സണലിയും കമന്റ് ബോക്സിലൊക്കെ വന്നിരുന്നു. നമ്മൾ കുറച്ച് തിരക്കുകളിലായി പോയി. ഏറ്റവും മെയിനായിട്ട് ബ്രാൻഡ് ന്യൂ ഡേയുടെ ഒരു ഇവന്റ് റീസെന്റ് കൊച്ചിയിൽ നടത്തി. മലയാളം ഡബ്ബ് ബ്രാൻഡ് ന്യൂ ഡേക്ക് വരെ നിങ്ങൾ പല അറിഞ്ഞിട്ടുണ്ടായിരിക്കും. സോ അതിന്റെ ടീമിനെ കൊണ്ടുവന്ന് നമ്മൾ കൊച്ചിയിൽ ഒരു ഇവന്റ് എസ്പോർട്ട് ബോർഡ് ഗെയിമിംഗ് കഫേയിൽ കണ്ടക്ട് ചെയ്തു. ഞാനായിരുന്നു ഇവന്റ് ഡയറക്ടർ. അതുകൊണ്ട് തന്നെ അതിന്റെ തിരക്കുകളായി പോയതുകൊണ്ട് ഡൂംസ്ഡേയുടെ വീഡിയോ റെക്കോർഡ് ചെയ്തിട്ട് പിന്നെ എഡിറ്റ് ചെയ്യാൻ പറ്റിയില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ട്രെയിലർ ലീക്ക് ആയിരുന്നു STCC പിന്നെ വേറെ കുറെ ഇൻഫോ കിട്ടി. അപ്പോൾ എല്ലാം കൂടെ ചേർത്തൊരു അൾട്ടിമേറ്റ് വീഡിയോ എന്തെങ്കിലും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്പം ഏറ്റവും ഇമ്പോർട്ടന്റ് ബ്രാൻഡ് ന്യൂ ഡേ ആയതുകൊണ്ടാണ് ഇന്ന് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. സോ വെച്ച് താമസിപ്പിക്കാതെ വീഡിയോയിലേക്ക് കിടക്കാം. വെൽക്കം ടു കൊമിക് മന്ത്ര. ഞാൻ ശ്രീനന്ദൻ ചെങ്ങന്നൂർ. സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേയിൽ 3 സെറ്റ് ക്യാരക്ടേഴ്സ് ആണുള്ളത്. ഒന്ന് കൺഫേം ആയിട്ടുള്ള ക്യാരക്ടേഴ്സ്, പിന്നെ റൂമേർഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ്, മിസ്റ്റീരിയസ് ക്യാരക്ടർ. അപ്പോൾ അത് നമുക്ക് കൺഫേം ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് വരികയാണെങ്കിൽ ഹൾക്ക്, പണിഷർ, ദ ഹാൻഡ്, ഈ 3 സെറ്റ് ക്യാരക്ടേഴ്സ് സിനിമയിൽ ഇമ്പോർട്ടൻറ്റ് റോൾ ഉണ്ടാവും. ആദ്യം തന്നെ ഹൾക്കിലേക്ക് പോകാം. നമ്മുടെ എല്ലാം ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു അവഞ്ചറാണ് ഹൾക്ക്. പക്ഷേ MCUവിൽ വേണ്ട വിധത്തിൽ ഉപയോഗിച്ചിട്ടില്ല. ഇൻക്രെഡിബിൾ ഹൾക്കിന് ശേഷം ഒരു സോളോ പടം പോലും കിട്ടിയിട്ടില്ല. അതിന് കാരണം യൂണിവേഴ്സൽ പിക്ചേഴ്സിന്റെ കയ്യിൽ ഹൾക്കിന്റെ റൈറ്റ്സ് ഇരുന്നുകൊണ്ടാണ്. ഇപ്പോൾ ആ പ്രശ്നങ്ങളൊക്കെ മാറി വന്നെന്ന് തോന്നുന്നു. എനിവേ, ഹൾക്കുമായി ബന്ധപ്പെട്ട് നമുക്ക് ഈ മൾട്ടിവേഴ്സ് ആകയിൽ കിട്ടിയ ഒരേ ഒരു മെയിൻ സ്ട്രീം കണ്ടന്റ് ഷീ ഹൾക്കാണ്. ആ സീരീസിന് ഒരുപാട് നെഗറ്റീവ് വന്നുകൊണ്ട് മിക്കവരും കണ്ടിട്ടുണ്ടായിരിക്കത്തില്ല. ഷീ ഹൾക്ക് സീരീസ് മുഴുവൻ കാണേണ്ട ആവശ്യവുമില്ല. അതിലൊരു ഇമ്പോർട്ടന്റ് ഡീറ്റെയിൽ ആണ് ബ്രാൻഡ് ന്യൂ ഡേയിൽ കണക്ട് ആവുക. നമുക്കറിയാം, ബ്രൂസ് ബാനറും ഹൾക്കും 2 ഐഡന്റിറ്റീസ് ആണ്. ഈ അന്യനിലൊക്കെ ഉള്ളതുപോലെ 2 ഐഡന്റിറ്റീസ് ആണ്. ഇവർ തമ്മിലുള്ള ഒരു സംഘർഷം, ആർക്ക് കൺട്രോൾ ബോഡിയുടെ വേണമെന്നുള്ളത് പണ്ട് തൊട്ടേ കാണിക്കുന്നുണ്ട്. ബ്രൂസ് ബാനർ ഹൾക്കിനെ ഒരു ശാപമായി കണ്ടതിന് ക്യൂർ തപ്പി നടക്കുന്നു. എന്നാൽ ഹൾക്ക് സ്വയം ഒരു വെപ്പണായിട്ട് കാണുന്നു. എന്തായാലും തോർ റാഗ്നറോക്ക് ആയപ്പോഴേക്കും ഹൾക്ക് ഫുൾ കൺട്രോൾ ഏറ്റെടുക്കുകയും ഹൾക്ക് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ബ്രൂസിന്റെ ലെവൽ ഇന്റലിജൻസ് ഇല്ലെങ്കിൽ ഒരു നോർമൽ ഹ്യൂമന്റെ ലെവൽ ഇന്റലിജൻസിലോട്ട് അവിടെ മാറുന്നുണ്ട്. എന്നാൽ പിന്നീട് ഇൻഫിനിറ്റി വാറിൽ താനോസിന്റെ ഇടിയിട്ടതിന് ശേഷം ഹൾക്ക് പുറത്തു വരുന്നില്ല. ഇൻഫിനിറ്റി വാറും എൻഡ് ഗെയിമിനും ഇടയിലുള്ള ഒരു 5 വർഷ ഗ്യാപ്പിലാണ് ബ്രൂസ് ബാനറും ഹൾക്കും കൂടെ എങ്ങനെയൊക്കെയോ വർക്കൗട്ട് ചെയ്തിട്ട് സ്മാർട്ട് ഹൾക്കായിട്ട് മാറുന്നത്. ഹൾക്കിന്റെ ആ ഒരു ബോഡിയും ഫിസിക്കൽ പവറും കിട്ടുന്നുണ്ട്. എന്നാൽ അതേസമയം ബ്രൂസിന്റെ ആ ഒരു ഇന്റലിജൻസും കോൺഷ്യസുമാണ് ഉള്ളത്. അങ്ങനെയാണ് നമ്മൾ പിന്നീട് ഇങ്ങോട്ട് സ്മാർട്ട് ഹൾക്കിനെ കണ്ടത്. പക്ഷേ ഈ സ്മാർട്ട് ഹൾക്കിനെ പോലും ഇല്ലാതാക്കി പഴയ ബ്രൂസ് ബാനർ ആവാൻ ഈ ഒരു ബ്രൂസിന് സാധിക്കുന്നത് ഷാങ്ജിയുടെ പോസ്റ്റ് ക്രെഡിറ്റ് സീൻ നമ്മൾ കണ്ടിരുന്നത്. അവിടെ സ്മാർട്ട് ഹൾക്കല്ല, ബ്രൂസ് ബാനർ ആയിരുന്നു വന്നിരുന്നത്. പിന്നീട് ഷീ ഹൾക്കിലാണ് ഈ ഒരു കാര്യം എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ബ്രൂസിന്റെ കയ്യിൽ ഒരു സ്പെഷ്യൽ ഡിവൈസ് ഉണ്ട്, ഒരു ഇൻഹിബിറ്റർ പോലത്തെ ഡിവൈസ്. ഇത് കയ്യിൽ ഒരു വാച്ച് പോലെ റിസ്റ്റിൽ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഡിവൈസ് യൂസ് ചെയ്യുമ്പോഴാണ് ഹൾക്ക് പുറത്ത് വരാതെ മുഴുവൻ ബ്രൂസ് ആയിട്ടിരിക്കുന്നത്. ബ്രാൻഡ് ന്യൂ ഡേയുടെ ട്രെയിലറിലും ഈ ഒരു ഡിവൈസിനെ പറ്റി പ്രത്യേകം പറയുന്നുണ്ട്. ഇതെന്തേലും പറ്റി പൊട്ടിയ ഓടിക്കോ എന്ന് ബ്രൂസ് പറയുന്നുണ്ട്. സോ അത് തന്നെയായിരിക്കും പിന്നീട് സിനിമയിൽ സംഭവിക്കാൻ പോകുക. കാരണം നമ്മൾ ഹൾക്ക് സിനിമയിൽ ഉണ്ടാവുമെന്ന് പ്രോപ്പർലി കണ്ടിട്ടുണ്ട്. പിന്നെ ഇത് ഗ്രേ ഹൾക്ക് ആവും എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ഒഫീഷ്യൽ ട്രെയിലറിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് ഗ്രീൻ ആയിരുന്നെങ്കിൽ ഇവരുടെ ഒരു സൈറ്റ് ഉണ്ട്, സ്പൈഡി ട്രാക്കർ സൈറ്റ്. അതിലെ ഫയൽസ് എടുത്തപ്പോൾ ഗ്രേ ഹൾക്കിനെയാണ് കണ്ടത്. കളർ എന്തായാലും ഒരു പ്രോപ്പർ ഹൾക്ക് തിരിച്ചുവരവ് ബ്രാൻഡ് ന്യൂ ഡേയിൽ ഉണ്ടായിരിക്കും. ഹൾക്കിനൊരു മകൻ ഉണ്ടെന്നുള്ള കാര്യം മിക്കവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കത്തില്ല. ഷീ ഹൾക്കിന്റെ അവസാന എപ്പിസോഡിലാണ് കാണിക്കുന്നത്. സോ ഹൾക്ക് സക്കാർ എന്ന് പറഞ്ഞ പ്ലാനറ്റിലാണല്ലോ തോർ റാഗ്നറോക്കിൽ. അവിടെ വെച്ചുണ്ടായ മകനാണ്. സ്കാർ എന്നാണ് ഈ മകന്റെ പേര്. ഷീ ഹൾക്ക് ആയിക്കോട്ടെ, സ്കാർ ആയിക്കോട്ടെ, ഇതൊക്കെ നെഗറ്റീവ് വന്ന ക്യാരക്ടേഴ്സ് ആണ്. ഓഡിയൻസിന് ഒട്ടും ഇഷ്ടപ്പെടാതെ ട്രോൾ ചെയ്യപ്പെട്ടവരാണ്. അതൊക്കെ കൊണ്ട് തന്നെ ഇവരാരും ബ്രാൻഡ് ന്യൂ ഡേയിൽ വരാൻ പോകുന്നില്ല. പക്ഷെ നേരത്തെ പറഞ്ഞ കയ്യിലെ ഡിവൈസ് ഉണ്ട്, ആ ഡിവൈസ് ബ്രാൻഡ് ന്യൂ ഡേയിൽ വലിയൊരു റോളായിരിക്കും കൊണ്ടുവരിക. ഇനി പറയാനുള്ളത് പണിഷറെ കുറിച്ചും ദ ഹാൻഡിനെ കുറിച്ചുമാണ്. അവരെ പറ്റി പറയണമെങ്കിൽ ആദ്യം നെറ്റ്ഫ്ലിക്സിലെ മാർവൽ സീരീസുകളെ പറ്റി പറയണം. സോ നമ്മുടെ അവഞ്ചേഴ്സ് ഒക്കെ നടക്കുന്ന മെയിൻ 616 യൂണിവേഴ്സിൽ തന്നെയാണ് നെറ്റ്ഫ്ലിക്സ് മാർവൽ യൂണിവേഴ്സ് നടക്കുന്നത്. അവിടുത്തെ സീരീസുകൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെയർ ഡെവിൾ, ജെസിക്ക ജോൺസ്, ലൂക്ക് കേജ്, അയൺ ഫിസ്റ്റ്, ഇവരെല്ലാവരും ഒരുമിക്കുന്നത് ഡിഫൻഡേഴ്സ് എന്ന ടീം അപ്പ് സീരീസ്. പിന്നെ ഡെയർ ഡെവിൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത പണിഷറിന്റെ സോളോ സീരീസ്. ഇതിൽ പണിഷറും അതേപോലെ ഡെയർ ഡെവിളിലും അയൺ ഫിസ്റ്റിലും ഡിഫൻഡേഴ്സിലും മെയിൻ വില്ലൻസായിട്ട് വരുന്ന ഹാൻഡുമാണ് ബ്രാൻഡ് ന്യൂ ഡേയിൽ ഒരു ഇമ്പോർട്ടൻറ്റ് റോൾ വരുന്നത്. സോ നമുക്ക് ആദ്യം ഇവരെ രണ്ടുപേരെ പറ്റി പറയാം, എന്നിട്ട് ഡെയർ ഡെവിളിനെ പറ്റി പറയാം. കാരണം ഡെയർ ഡെവിളും ഈ സിനിമയിൽ വരാൻ വലിയൊരു സാധ്യതയുണ്ട്. ആദ്യം തന്നെ പണിഷറെ പറ്റി പറയാം. ഡെയർ ഡെവിൾ സീസൺ 2 പണിഷറെ ആദ്യമായി ഇൻട്രൊഡ്യൂസ് ചെയ്തത്. പിന്നീട് പണിഷർക്ക് സോളോ ആയിട്ടുള്ള സീരീസ് 2 സീസൺ കിട്ടി. ഡെയർ ഡെവിൾ ബോൺ അഗെയിനിലും പണിഷർ തിരിച്ചു വന്നു. ആൻഡ് ഇപ്പോൾ പണിഷർ വൺ ലാസ്റ്റ് കിൽ എന്ന് പറഞ്ഞ് ഒരു സ്പെഷ്യൽ പ്രസന്റേഷനും കിട്ടി. ഇത്രയാണ് പണിഷറുടെ കണ്ടന്റുകൾ. ഫ്രാങ്കാസിൽ എന്നാണ് ഇയാളുടെ യഥാർത്ഥ പേര്. പണ്ട് മറൈൻ കോർപ്സിലായിരുന്നു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവിടുന്ന് പിന്നീട് പല പ്രശ്നങ്ങൾ കാരണം ഫ്രാങ്ക് ഇറങ്ങി. പിന്നീട്
ഭാര്യയും മക്കളുമായിട്ട് സുഖമായിട്ട് ജീവിക്കുമായിരുന്നു. എന്നാൽ ഇവരുടെ പല രഹസ്യങ്ങളും ഫ്രാങ്കിന് അറിയാമെന്നുള്ളത് കൊണ്ട് തന്നെ ഫ്രാങ്കിനെയും കുടുംബത്തെ ഇല്ലാതാക്കാൻ വേണ്ടി മറൈൻ കോപ്സിൽ തന്നെ ഇയാളുടെ കൂടെ വർക്ക് ചെയ്ത പലരും തീരുമാനിക്കുന്നു. അങ്ങനെ ഫ്രാങ്കിന്റെ ഫാമിലി മരിക്കുന്നു, പക്ഷേ തലയിൽ ബുള്ളറ്റ് കയറിയിട്ട് പോലും ഫ്രാങ്ക് മരിക്കുന്നില്ല, എങ്ങനെയോ രക്ഷപ്പെടുന്നു. അപ്പോൾ ഇതിനെ ഇവർ ഫ്രെയിം ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്രൈം ഗ്യാങ്ങുകൾ തമ്മിലുള്ള കോൺഫ്ലിക്റ്റ്, അതിൻ്റെ ഇടയിൽ ഇവർ പെട്ടുപോയി, ഫ്രാങ്കിന്റെ ഫാമിലി പെട്ടുപോയി എന്നൊക്കെയായിരുന്നു. സോ ഇത് കാരണം തോക്കെടുത്ത് ഫ്രാങ്ക് ഒരുപാട് ക്രൈം ലോഡുകളെയും അങ്ങനെ ഗ്യാങ്ങുകളെയും ഗുണ്ടകളെയും എല്ലാം തട്ടുന്നു. അപ്പോൾ അങ്ങനെയാണ് ദ പണിഷർ എന്നൊരു വിളിപ്പേര് ഈ ഒരു ക്യാരക്ടറിന് വരുന്നതും. സോ പിന്നീട് മനസ്സിലാക്കുന്നുണ്ട് ഇതുപോലെ ക്രൈം ഗ്യാങ് ഒന്നുമല്ല, തൻ്റെ കൂടെ വർക്ക് ചെയ്തവരൊക്കെ തന്നെയാണ് കൊന്നതെന്ന്. പക്ഷേ അവരെ തീർത്തതിന് ശേഷവും ക്രൈമിനെതിരെ പോരാടുന്ന പണിഷറായിട്ട് ഫ്രാങ്ക് കാസിൽ ഇപ്പോഴും നിലകൊള്ളുന്നുണ്ട്. എംസിയുലോട്ട് വന്നു കഴിയുമ്പോൾ പണിഷറുടെ ആ ഒരു സിമ്പലൊക്കെ ഏറ്റെടുത്ത് ഒരു ടീം തന്നെ, വില്ലന്മാരുടെ ടീം തന്നെ ഇറങ്ങുന്നുണ്ട്, പണിഷർ സ്ക്വാഡ് എന്നൊക്കെയുള്ള രീതിയിൽ വരുന്നുണ്ട്. പക്ഷെ പണിഷറിന് ഇവർക്കെതിരെ പോരാടുന്നു. ആൻഡ് അതിന് ശേഷമാണ് വൺ ലാസ്റ്റ് കിൽ എന്ന് പറഞ്ഞ സ്പെഷ്യൽ പ്രസന്റേഷൻ റീസെൻ്റ്ലി വന്നത്. സോ അതിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ പഴയ പാസ്റ്റിലുള്ള പല പണിഷറിന്റെ ക്യാരക്ടേഴ്സും ഹോണ്ട് ചെയ്യുന്ന പോലെ ഹാലൂസിനേഷൻസ് ആയിട്ട് വരുന്നു. പിന്നീട് ഒരു വലിയ കോൺഫ്ലിക്റ്റ് ഉണ്ടാവുന്നുണ്ട്, പണിഷറുടെ മുകളിൽ ഒരു ബൗണ്ടി വരുന്നു. എന്നാൽ അതിനെയെല്ലാം തകർത്ത് പലരെയും സേവ് ചെയ്ത് വീണ്ടും പണിഷറായിട്ട് തന്നെ ഫ്രാങ്ക് കാസിൽ കണ്ടിന്യൂ ചെയ്യുന്നു. അങ്ങനെ ആ ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്ന ഫ്രാങ്ക് കാസിലാണ് ഇപ്പോൾ അതേ ബ്രാൻഡ് ന്യൂ ഡേയിൽ വരാൻ പോകുന്നത്. എന്തായാലും സ്പൈഡർമാനുമായിട്ട് ഫ്രാങ്ക് കാസിലിന് വലിയൊരു കണക്ഷൻ ഉണ്ടാകുന്ന സംശയമില്ല. കോമിക്സിലാണെങ്കിലും അതേപോലെ കാർട്ടൂൺ സീരീസിലൊക്കെ ആണെങ്കിലും പുറമേ നോക്കി അൺയൂഷ്വൽ കോംബോ ആയിട്ട് തോന്നുമെങ്കിൽ ഇവരെല്ലാവരും നേരത്തെ വന്നിട്ടുണ്ട്. മെയിൻ സ്ട്രീം സിനിമയിൽ ഇപ്പോഴാണ് വരുന്നത് മാത്രം. പിന്നെ റീസെൻ്റ്ലി നോളൻ്റെ ഒഡീസി വന്നപ്പം അതിലും ടോം ഹോളണ്ടും ജോൺ ബെർദാലും ഈ ആക്ടേഴ്സ് ഒരുമിച്ച് അഭിനയിച്ച് നല്ല കെമിസ്ട്രി ആയിരുന്നു. ആൻഡ് ഇപ്പോൾ ഇതിലും ഇവർ ഒരുമിക്കാൻ പോകുന്നു. സോ ഈ ഒരു കോംബോ ഒരു ഒന്നൊന്നര കോംബോ ആയിരിക്കും, അതിന് സംശയമില്ല. കാരണം പണിഷർ ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തിന് തോക്കെടുക്കും. പക്ഷെ നോക്കിൽ റൂളാണ് സ്പൈഡിയുടെ ഏറ്റവും വലിയ കാര്യം. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു കോംബോ കാണാൻ വളരെയധികം വെയിറ്റിംഗ് ആണ്. ഇനി പറയാനുള്ളത് ദ ഹാൻഡിനെ കുറിച്ചിട്ടാണ്. ഇവരൊരു ഏൻഷ്യൻ നിഞ്ച കൾട്ടാണ്. ഇവരുടെ കയ്യിൽ കുറെ മാജിക്കും സെറ്റപ്പും ഒക്കെ ഉണ്ട്. ആൻഡ് ഇവർ എപ്പോഴും ഒബ്സസ്ഡ് ആയിരിക്കുന്ന ഇമ്മോർട്ടാലിറ്റിയിലാണ്. ഇവർക്ക് എപ്പോഴും ഇമ്മോർട്ടൽ ആവണം. ആൻഡ് ഇവരുടെ ഒരു പ്രൊഫസിയാണ് ബ്ലാക്ക് സ്കൈ എന്ന് പറഞ്ഞ ഒരാൾ വരുമെന്നും അത് ഇവരുടെ ഒരു വലിയ ഇമ്മോർട്ടൽ സെറ്റപ്പിലോട്ട് കൊണ്ടുപോകുന്നു. അത് ആക്ച്വലി ഇലക്ട്ര എന്ന് പറഞ്ഞ ക്യാരക്ടറാണ്. ഡെയർ ഡബിളിൽ കാണിക്കുന്നുണ്ട്. ഇലക്ട്ര ഡെയർ ഡബിളിന്റെ ഗേൾ ഫ്രണ്ട് ആയിട്ട് വരുന്നുണ്ട്. ഇലക്ട്ര മരിച്ചു പോകുന്നുണ്ട്, പക്ഷേ ഇവർ റെസറക്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് വീണ്ടും ഇലക്ട്ര ഇപ്പോൾ ഡെയർ ഡബിൾ ബോൺ അഗെയിൻ സീസൺ 3 തിരിച്ചു വരുമെന്ന് കേൾക്കുന്നുണ്ട്. എന്തായാലും ദ ഹാൻഡ് ഇവിടേക്ക് വരുമ്പോഴേക്കും ബ്രാൻഡ് ന്യൂ ഡേയിൽ ഒരു ഇമ്പോർട്ടൻറ്റ് റോൾ ഉണ്ടെന്ന് ഉറപ്പാണ്. കാരണം ട്രെയിലറുടനീളം ഹാൻഡിനെ നല്ല രീതിയിൽ തന്നെ എക്സ്പ്ലോർ ചെയ്ത് കാണിക്കുന്നുണ്ട്. ആൻഡ് ഹാൻഡുമായിട്ട് നേരത്തെ ഡയറക്റ്റ് അത്ര വലിയ പരിചയമില്ലെങ്കിലും പണിഷറിനും ചില കണക്ഷൻസ് ആയി മറ്റേ പറഞ്ഞ കണ്ടിന്യൂറ്റി ഉള്ളത് കൊണ്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരുടെ കോൺഫ്ലിക്റ്റ് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. സ്പീക്കിംഗ് ഓഫ് ഹാൻഡ്, ഇതൊക്കെ കൊണ്ട് തന്നെ ഡെയർ ഡബിൾ ഈ സിനിമയിൽ ഉണ്ടാക്കാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഇപ്പോൾ തന്നെ ഹാൻഡും സ്പൈഡർമാനും ഫൈറ്റ് ചെയ്യുന്നത് ഒരു ജയിലിലാണ്. ഡെയർ ഡബിൾ ബോൺ അഗെയിൻ സീസൺ 2 കണ്ടവർക്കറിയാം. ഇതിന്റെ ഏറ്റവും അവസാനം നമ്മുടെ ഐ ആം അയൺമാൻ എന്നൊക്കെ പറയുന്ന പോലെ ഐ ആം ഡെയർ ഡബിൾ എന്ന് പറഞ്ഞ് മാറ്റ് മർഡോക്ക് സ്വയം കീഴടങ്ങുന്നു. അതായത് താനാണ് ഡെയർ ഡബിൾ റിവീൽ ചെയ്യുന്നു, ക്രൈംസിനൊക്കെ ജയിലിൽ പോകുന്നു. അപ്പോൾ ഇവിടെ വരുമ്പോൾ ദ ഹാൻഡ് സ്പൈഡർമാൻ ജയിലിലാണ് ഫൈറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ ജയിലിനകത്ത് ഒരുപക്ഷെ ഡെയർ ഡബിൾ ഉണ്ടായേക്കാനും ഇവർ ഒരുമിച്ചുള്ള ടീം ഓഫ് ഫൈറ്റ് വന്നേക്കാനുള്ള ചാൻസുകൾ ഉണ്ടെന്ന് ഒരുപാട് റൂമേഴ്സ് ഉണ്ട്. ഇതൊക്കെ വെറും റൂമേഴ്സ് മാത്രമാണ്, പടത്തിൽ ഉണ്ടോ ഇല്ലോ നമുക്കറിയില്ല. എന്തായാലും നമ്മൾ നോവേ ഹോമിൽ ഡെയർ ഡബിളിനെ മാറ്റ് മർഡോക്കായി കണ്ടിരുന്നു. പീറ്ററിനെ സംരക്ഷിക്കുന്ന വക്കീലായിട്ടാണ് വന്നത്. അതിനുശേഷം ഷീ ഹൾക്കിലും എക്കോയിലും കെമിയോസ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഹൾക്കും ഡെയർ ഡബിളും ആക്ച്വലി മീറ്റ് ചെയ്തിട്ടുണ്ട് ഷീ ഹൾക്കിന്റെ എൻഡിങ്ങിൽ. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ഫാക്ടറാണ്. പിന്നെ ഈ ബോൺ അഗെയിൻ്റെ സീസൺ 1 and 2 വന്നു. ആൻഡ് നൗ ഇപ്പോഴത്തെ ഈ സിനിമ, ഇതിൽ ഡെയർ ഡബിൾ ഉണ്ടാകുന്ന 100% ഉറപ്പില്ല. പക്ഷേ പണിഷറും ഹാൻഡും പറയുമ്പോൾ ഈ ഒരു ക്യാരക്ടറിനെ പറ്റി അറിയാതിരിക്കാനും പറ്റില്ല. ഡെയർ ഡബിൾ പോലെ തന്നെ ഈ സിനിമയിൽ വരാൻ സാധ്യതയുള്ള ഒരുപാട് റൂമേഴ്സ് കേട്ടൊരു ക്യാരക്ടറാണ് യെലേന ബെലോവ. നമ്മുടെ നട്ടാഷ റൊമാനോഫ് ബ്ലാക്ക് വിഡോയുടെ ഒരു അഡോപ്റ്റഡ് അനിയത്തി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. സ്വന്തം അനിയത്തിയല്ല, പക്ഷേ ഇവര് ചേച്ചിയും അനിയത്തിയും പോലാണ്. ബ്ലാക്ക് വിഡോ സിനിമയിലാണ് ഈ ക്യാരക്ടറിനെ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. നട്ടാഷയെ പോലെ തന്നെ ബ്ലാക്ക് വിഡോ പ്രോഗ്രാമിന് റെഡ് റൂമിൽ ട്രെയിനിങ് കഴിഞ്ഞ വന്നൊരു ക്യാരക്ടറാണിത്. പിന്നീട് ഈ ഒരു ക്യാരക്ടർ വരുന്നത് ഹോക്കായിലാണ്. സോ ഹോക്കായിൽ ക്ലിൻറ്റ് ബാർട്ടൺ ശരിക്കും തന്റെ ചേച്ചിയെ കൊന്നു. നമുക്കറിയാം, സോൾ സ്റ്റോൺ കിട്ടാൻ വേണ്ടി സ്വയം സാക്രിഫൈസ് ചെയ്താണ് നടാഷ എൻ ഗെയിമിൽ മരിക്കുന്നത്. പക്ഷെ അത് ക്ലിൻറ്റ് കൊന്നു എന്ന രീതിയിലാണ് വലന്റീന എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ യെലേനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നത്. പക്ഷെ പിന്നീട് യെലേനെ തെറ്റ് മനസ്സിലാക്കുന്നുണ്ട്. അതിനുശേഷമാണ് തണ്ടർ ബോൾസ് കടന്നു വരുന്നത്. സോ ആ ഒരു ക്യാരക്ടേഴ്സ് കുറെ മിസ്ഫിറ്റ്സിനെ എല്ലാം കൂടി ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ വലന്റീന എന്ന് പറഞ്ഞ ക്യാരക്ടർ ഒരുമിച്ച് കൂട്ടി സെൻട്രി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടറിനെ കണ്ടെയ്ൻ ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു സ്റ്റോറിയാണ്. പിന്നീട് വലന്റീനയ്ക്കെതിരെ ഇവരെല്ലാവരും തിരിയുന്നു. അപ്പോഴേ വലന്റീന ഇവരെ പിടിച്ച് ന്യൂ അവഞ്ചേഴ്സ് ആക്കുന്നു. അങ്ങനെയാണ് തണ്ടർ ബോൾസ് ന്യൂ അവഞ്ചേഴ്സ് ആയിട്ട് മാറുന്നതും ഇപ്പോൾ വരാൻ പോകുന്ന ഡൂംസ്ഡേയിൽ ഒരു പ്രധാനപ്പെട്ട ഭാഗമാവും പോകുന്നതും. സോ യെലേന ബ്രാൻഡ് ന്യൂ ഡേയിൽ ഉണ്ടാകുമെന്നുള്ളത് ആദ്യമേ കേട്ടൊരു അൺയൂഷ്വൽ റൂമറാണ്. പക്ഷെ മോസ്റ്റ് ലൈക്ലി ഈ ക്യാരക്ടർ ഉണ്ടായേക്കാൻ നല്ല ചാൻസ് ഉണ്ട്. ആൻഡ് ഈ ഒരു ക്യാരക്ടർ ഡയറക്റ്റ് ഡൂംസ്ഡേയിൽ വരും എന്നുള്ളത് കൊണ്ട് തന്നെ അങ്ങനെ ഒരു കണക്ഷനും ചിലപ്പോൾ നമുക്ക് പ്രതീക്ഷിച്ചേക്കാം.
അടുത്തായിട്ട് പറയാനുള്ളത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡാമേജ് കൺട്രോൾ അഥവാ DODCയെ കുറിച്ചിട്ടാണ്. സ്പൈഡർമാൻ ഹോം കമ്മിങ്ങിലാണ് ഈ ഒരു ഓർഗനൈസേഷൻ ആദ്യമായിട്ട് വരുന്നത്. ബേസിക്കലി അവഞ്ചേഴ്സിന്റെ ഒക്കെ ഫൈറ്റ് കഴിയുമ്പോഴത്തേക്കും ഇഷ്ടംപോലെ അവശിഷ്ടങ്ങളും ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ തന്നെ ഫസ്റ്റ് ചിറ്റോരി ഫൈറ്റ് ഒക്കെ ആണല്ലോ വന്നത്. അപ്പോൾ അതിൽ ഇഷ്ടംപോലെ ഏലിയൻ ആർട്ടിഫാക്ട്സ് എല്ലാം കിടപ്പുണ്ട്. അത് പബ്ലിക്കിന്റെ കൈ പോയ പ്രശ്നമാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു കപ്പിൾസ് ഇതുപോലൊരു വെപ്പൺ അടിച്ചു മാറ്റിയിട്ട് ബാങ്ക് കൊള്ളയടിക്കാൻ പോകുന്ന കഥ പറയുന്ന ഐറ്റം 47 എന്ന് പറഞ്ഞൊരു ഷോർട്ട് ഫിലിം തന്നെ MCU സെറ്റ് ചെയ്ത് ഇറക്കിയിട്ടുണ്ട്. ഇതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയാണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡാമേജ് കൺട്രോൾ അഥവാ DODC ഗവൺമെന്റും ടോണി സ്റ്റാർക്കും ചെന്ന് സ്ഥാപിച്ചത്. അപ്പോൾ ഇവരെ നമ്മൾ ഹോം കമ്മിങ്ങിൽ ആദ്യമായിട്ട് കാണുന്നുണ്ട്. പിന്നീട് റീസെന്റ് വന്ന കുറേ MCU കണ്ടന്റുകൾ ഇവരെ കണ്ടിട്ടുണ്ടായിരുന്നു. മിസ് മാർവൽ ഉണ്ടായിരുന്നു. ആൻഡ് യെസ്, നോവേ ഹോമിൽ നമ്മൾ സ്പൈഡർമാൻ ഇവരാണ് ചോദ്യം ചെയ്യുന്നത് കണ്ടിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഏറ്റവും റീസെന്റ് ആയിട്ട് വണ്ടർമാനിലും വന്നു. സോ ഇതെല്ലാം കൂടെ കണക്ട് ചെയ്യും. ഇപ്പോൾ വണ്ടർമാൻ ഡയറക്റ്റ് ചെയ്തതും ക്രിയേറ്റ് ചെയ്തതും ഈ ഡസ്റ്റിൻ ഡാനിയൽ എന്ന് പറഞ്ഞ ബ്രാൻഡ്യുടെ ഡയറക്ടർ തന്നെയാണ്. സോ വണ്ടർമാനൊക്കെ ഇതിനകത്ത് കെമിയോ വരുമെന്നല്ല, ഈ DODC എന്ന ഈ ഓർഗനൈസേഷന് വലിയൊരു ഇമ്പോർട്ടൻസ് കാണും. ഇതിന്റെ ഹെഡായിട്ടാണ് ട്രാമൽ ടിൽമാൻ എന്നൊരു ആക്ടർ ചെയ്യുന്ന ഒരു ക്യാരക്ടർ വരുന്നത്. DODC ഷീഹൾക്കിൽ വരുന്നുണ്ട്. അവരുടെ സൂപ്പർ ഹ്യൂമൻ പ്രസറിനെ പറ്റി കാണിച്ചിട്ട് അത് പകുതി MD ആണ്, ആളെ കൂട്ടണമെന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ മിസ് മാർവലിനെതിരെ ഇവര് DODC ഡ്രോണൊക്കെ വിട്ട് ഫൈറ്റ് ചെയ്യുന്നത് കാണിക്കുന്നുണ്ട്. സോ മൾട്ടിവേഴ്സ് ആകെ നമുക്കറിയാം പല പ്രൊജക്റ്റുകളും നമ്മൾ യാതൊരു കണക്ഷൻ ഇല്ലാതെ പോകുന്നത്. പക്ഷേ എന്തെങ്കിലുമൊക്കെ കണക്ഷൻസ് ഇങ്ങനെ കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ DODC ആണ്. ഈ പറഞ്ഞ മിസ് മാർവൽ, വണ്ടർമാൻ, ഷീഹൾക്ക്, സ്പൈഡർമാൻ എല്ലാത്തിലും ഇങ്ങനെ കണക്ട് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ DODC ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് ഉദ്ദേശം ഞാൻ പറഞ്ഞല്ലോ, സാധാരണക്കാരുടെ കയ്യിൽ ഇത് കിട്ടിയിട്ട് ആരും ദുരുപയോഗം ചെയ്യരുതെന്നു. എന്നിട്ട് ഇവർ തന്നെ ഇതെടുത്തിട്ട് ദുരുപയോഗം ചെയ്യുകയാണ്. സോ ഇവഞ്ചലി ഒരു ആന്റി മ്യൂട്ടന്റ് അല്ലെങ്കിൽ ആന്റി സൂപ്പർ ഹീറോ ലെവലിലോട്ട് ഉള്ളൊരു ഓർഗനൈസേഷൻ ആവാൻ ചാൻസ് ഉണ്ട്. മ്യൂട്ടൻസിനെ പറ്റി പറയുകയാണെങ്കിൽ MCUവിൽ ഓൾറെഡി മ്യൂട്ടൻസ് ഉണ്ട്. നമുക്കറിയാം എക്സ്മെൻ ഒക്കെയാണ് ഒറിജിനൽ മ്യൂട്ടൻസ്. പക്ഷേ ഫോക്സിന്റെ റൈറ്റ്സ് ഉള്ളതുകൊണ്ട് ആ പേര് പോലും മാർവലിന് യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഇപ്പം ബ്രാൻഡ് ട്രെയിലറിൽ തന്നെ മ്യൂട്ടേറ്റഡ് എന്നൊക്കെ ഇങ്ങനെ ഹൾക്കും സ്പൈഡർമാനും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. സ്പൈഡർമാനും ഹൾക്കും ഒന്നും ഒരിക്കലും മ്യൂട്ടൻസ് അല്ല. പക്ഷേ മിസ് മാർവലും നമോറുമാണ് നിലവിൽ MCUവിൽ മ്യൂട്ടൻസ് ആയിട്ടുള്ളത്. ഇപ്പൊ സേഡി സിംഗ് ഈ സിനിമയിൽ ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. അത് മോസ്റ്റ് ലൈക്ലി ജീൻ ഗ്രേ ആയിരിക്കും എന്നാണ് പറയുന്നത്. എക്സ്മെനിലെ ഒരു പ്രോമിനന്റ് മെമ്പറാണ് ജീൻ ഗ്രേ. ഡാർക്ക് ഫിനിക്സ് എന്ന സ്റ്റോറിയിലേയും തന്നെ ജീൻ ഗ്രേ ബേസ് ചെയ്താണ് വരുന്നത്. ബേസിക്കലി ടെലിപ്പതി, ടെലക്കനീസിസ് അങ്ങനെ ഒരുപാട് മൾട്ടിപ്പിൾ പവേഴ്സ് ഉള്ള ഒരു ഭയങ്കര പവർഫുൾ ബീയിങ് ആണ് ജീൻ ഗ്രേ. സോ നമ്മുടെ സിനിമയുടെ ട്രെയിലറിൽ കാണുന്നുണ്ട് ന്യൂയോർക്കിലെ മുഴുവൻ പിടിച്ചു നിർത്തിക്കൊണ്ട് അവരെല്ലാവരും സ്റ്റില്ലായി പോകുന്ന ഒരു അവസ്ഥ. പക്ഷേ ഇതിനെ മറികടക്കാൻ പറ്റുന്നത് പീറ്റർ പാർക്കറിന് മാത്രമാണ്. കാരണം പീറ്ററിന്റെ സ്പൈഡർ സെൻസ് നോവേ ഹോമിൽ നമ്മൾ കണ്ടാണ് ഡോക്ടർ സ്ട്രേഞ്ചിന്റെ ആസ്ട്രൽ പ്രൊജക്ഷൻ സംഭവം ഉണ്ടല്ലോ, അതുണ്ടായിട്ട് പോലും സ്പൈഡർ സെൻസ് എത്രമാത്രം വർക്ക് ചെയ്യുന്നത്. മാജിക്കിനും അപ്പുറത്താണ്, അല്ലെങ്കിൽ ഈ സൂപ്പർ പവേഴ്സിന് അപ്പുറത്താണ് സ്പൈഡർ സെൻസ്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ജീൻ ഗ്രേ കടന്നു വരുമ്പോൾ പീറ്റർ പാർക്ക് അല്ലെങ്കിൽ സ്പൈഡർമാന് എത്രത്തോളം ഒരു അഡ്വാൻറ്റേജ് കിട്ടുന്നതും DODC സ്പൈഡർമാന്റെ ഹെൽപ്പ് തരുന്നതും. പക്ഷെ അൾട്ടിമേറ്റ്ലി DODC എന്നൊരു ഈ പറഞ്ഞ ഓർഗനൈസേഷൻ ആന്റി മ്യൂട്ടന്റായി മാറി വില്ലന്മാരെ വരാനുള്ള ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് സീക്രട്ട് വാർസിന് ശേഷം വരാൻ പോകുന്ന MCU ആകെ ഫോക്കസ് ചെയ്യുന്നത് മ്യൂട്ടൻസിനെയാണ്. അതുകൊണ്ട് തന്നെ അന്നേരം ഒരു ആന്റി മ്യൂട്ടൻ ഓർഗനൈസേഷനായിട്ട് DODC മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. എല്ലാവരെയും പറ്റി പറഞ്ഞു, പക്ഷെ നമ്മുടെ പയ്യൻ പീറ്റർ പാർക്കർ അഥവാ സ്പൈഡർമാനെ പറ്റി പറയണ്ടേ. സ്പൈഡർമാൻ ഇപ്പോൾ ഒരു സീറോയിൽ നിന്ന് തുടങ്ങുന്ന ഒരു അവസ്ഥയാണ്. നമുക്കറിയാം നോവയോമിന്റെ അവസാനം പീറ്റർ പാർക്കർ ആയിരുന്ന എല്ലാവരും മറന്നുപോയി. ഇനിയിപ്പോൾ ഫേക്ക് ഐഡന്റിറ്റിയും എല്ലാം ഉണ്ടാക്കി വേണം ഒരു ലൈഫ് ഉണ്ടാക്കാൻ. M80 പീറ്ററിന്റെ ക്ലോസ് ഫ്രണ്ട്സ് ആയിട്ടുള്ള നെഡും MJയും പഠിച്ച് സന്തോഷത്തോടെ ഇരിക്കുന്നു. പക്ഷേ പീറ്റർ ആരാന്ന് പോലും അവർക്കറിയില്ല. എന്നാൽ ഇപ്പോൾ സ്പൈഡർമാന്റെ കഥയിലേക്ക് അവർ കടന്നു വരികയാണ്. നമുക്കറിയാം നെഡിന് മാജിക്കൽ കണക്ഷൻസ് ഉണ്ടായിരുന്നു. ആൻഡ് സ്പൈഡർമാന്റെ ഈ പറഞ്ഞ പീറ്റർ പാർക്കറിന്റെ ഐഡന്റിറ്റി എല്ലാവരും മറക്കാൻ കാരണം ഡോക്ടർ സ്ട്രേഞ്ച് ഇട്ട സ്പെല്ലാണ്. അതുകൊണ്ട് തന്നെ എന്തോ ഒരു ഫീലിംഗ് ഒരു പക്ഷെ നെഡിന് ഉണ്ടായേക്കാം. നെഡ് സ്പൈഡർമാന്റെ പുറകെ സ്പൈഡർ ട്രാക്കർ എന്ന് പറഞ്ഞ ആ ഒരു സെറ്റപ്പായിട്ട് നടക്കുന്നതിന് ഒരു മെയിൻ റീസൺ അത് തന്നെ ആയിരിക്കും. സ്പൈഡർ ട്രാക്കർ എന്ന് നമ്മൾ ട്രെയിലറിലൊക്കെ കണ്ടിരുന്നു. സ്പൈഡർമാനെ ട്രാക്ക് ചെയ്യാൻ വേണ്ടി അയാളോട്ട് ഒബ്സസ്ഡ് ആയിട്ട് നടക്കുന്ന നെഡിന്റെ ഒരു ഡിവൈസ് ആണ്. അത് വെച്ചിട്ട് ഇവർ കുറെ പ്രൊമോഷൻസും ചെയ്തിട്ടുണ്ടായിരുന്നു. സോ സിനിമയിൽ ഒരു ഇമ്പോർട്ടന്റ് റോള് സ്പൈഡി ട്രാക്കറിന് വന്നേക്കാം. എന്തായാലും ബ്രാൻഡ് ന്യൂയുടെ നോവേ ഹോം അവസാനിച്ചത് മുതൽ നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു വലിയ പടമാണ്. കാരണം ഇതുവരെ കണ്ടതെല്ലാം ഈ പറഞ്ഞ പോലെ അയൺമാന്റെ കീഴിൽ അല്ലെങ്കിൽ നിക് ഫ്യൂരിയുടെ കീഴിൽ അങ്ങനെയൊക്കെ ആയിരുന്നു. അയൺ ബോയ് എന്നൊക്കെ ഒരു വിളിപ്പേരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ സ്വന്തമായി ആരുമില്ലാതെ സീറോയിൽ തുടങ്ങുന്ന സ്ട്രീറ്റ് ലെവൽ സ്പൈഡർമാൻ, അത് ഓൾറെഡി നമ്മൾ പല സിനിമകളിലും സീരീസുകളിലും കാർട്ടൂണിലും എല്ലാം കണ്ടതാണ്. പക്ഷേ MCUവിൽ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു ലെവലിലോട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതുവരെ കിട്ടിയ ഏറ്റവും ബെസ്റ്റ് സ്പൈഡർമാൻ സിനിമയാകാൻ, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് സ്പൈഡർമാൻ ഏറ്റവും ബെസ്റ്റ് ക്യാരക്ടറായിട്ട് പീറ്റർ പാർക്കറിന്റെ സ്പൈഡർമാനെ കാണാൻ നമുക്ക് ചിലപ്പം ഈ ഒരു സിനിമയിലേക്ക് സാധിക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ള മറ്റൊരു കാര്യം ഇപ്പോൾ ആ ഒരു സ്ട്രീറ്റ് ലെവലുള്ള ക്രൈമിനെ കുറിച്ചിട്ടാണ്. വിൽസൺ ഫിസ്ക് ആയിരുന്നു നേരത്തെ ഇതെല്ലാം ഭരിച്ചുകൊണ്ടിരുന്നത്. നമുക്കറിയാം ഡെയർ ഡബിളിലെ മെയിൻ വിൽസൺ ഫിസ്ക്. പക്ഷേ ഡെയർ ഡബിൾ ബോൺ അഗൈൻ സീസൺ 2 അവസാനം ഈ പവർ എല്ലാം വിൽസൺ ഫിസ്കിൽ പോയി. സോ അവിടെ ഒരു ഓപ്പൺ സ്പോട്ട് ഉണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു കിങ് പിൻ അല്ലെങ്കിൽ ഒരു ഡോൺ ലെവൽ ആവാൻ വേണ്ടി പല സൈഡിൽ നിന്നുള്ള അറ്റാക്കുകൾ വരും. അങ്ങനെയാണ് നമ്മൾ ഇനി കാണാൻ പോകുന്ന പല വില്ലന്മാരും.
ഈ ഒരു സിനിമയിൽ ഒരുപാട് സ്പൈഡർമാൻ കോമിക്കിലെ വില്ലന്മാർ വരുന്നുണ്ട്. ഇവരെല്ലാവരും തന്നെ ഈ പറഞ്ഞ സ്ട്രീറ്റ് ലെവലിൽ ടോപ്പ് ആവാൻ വേണ്ടി ആയിരിക്കും ശ്രമിക്കുക. മെയിനായിട്ട് വളരെ സ്കോർപ്പിയോനെ കുറിച്ചിട്ടാണ്. സ്പൈഡർമാൻ ഹോം കമ്മിങ്ങിലാണ് മാർക്ക് ഗാഗൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ വരുന്നത്. അവിടെ വെച്ച് പീറ്റർ കാരണം മുഖത്ത് ഒരു ക്യാരക്ടർ മുറിവുണ്ടാവുന്നുണ്ട്. അതിൻ്റെ മിഡ് ക്രെഡിറ്റ് സീനിൽ തന്നെ ഈ പീറ്ററിനെ അല്ലെങ്കിൽ സ്പൈഡർമാനെ കണ്ടുപിടിച്ച് കൊല്ലുന്ന രീതിയിലാണ് സ്കോർപ്പിയൻ പറയുന്നത്. ഇപ്പോൾ അതേ സ്കോർപ്പിയൻ ഈ ഒരു സിനിമയിലോട് ഇവഞ്ച്വലി ഇത്രയും 2-3 പടം കഴിഞ്ഞ് തിരിച്ചു വരികയാണ്. അതുപോലെ തന്നെ ടോം സ്റ്റോൺ എന്ന് പറഞ്ഞൊരു വില്ലൻ വരുന്നുണ്ട്, ടാരന്റുല, ബൂമറാങ്, ഇങ്ങനെ പല വില്ലന്മാരുണ്ട്. ഇതിൽ പലരും ഈ വിൽസൺ ഫിസ്കിന്റെ സ്പോട്ട് പോയി കിടക്കുന്നിടത്തേക്ക് കയറാൻ നോക്കുന്നവരുണ്ട്, അല്ലാതെ റാണ്ടം വില്ലന്മാരുണ്ട്. സോ കുറേ വില്ലന്മാരുണ്ടെങ്കിലും ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരാൻ പോകുന്ന എന്തായാലും ദ ഹാൻഡും ഡിയോഡീസിയും ജീൻ ഗ്രേയും ഒക്കെ തന്നെയായിരിക്കും. അപ്പോൾ സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ കാണും മുന്നേ ഈ പറഞ്ഞ ക്യാരക്ടേഴ്സിനെ കുറിച്ചും കഥയെക്കുറിച്ചും ഒക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട എല്ലാ കാര്യങ്ങളും നമ്മളിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. സത്യം പറഞ്ഞാൽ കുറേ തിരക്കുകളായി പോയി, അല്ലെങ്കിൽ ഇതിൽ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഒന്നിലധികം വീഡിയോസ് നമ്മൾ ചെയ്തേനെ. ഇപ്പം തന്നെ നേരത്തെ പറഞ്ഞല്ലോ, ഇവന്റ് ജസ്റ്റ് കഴിഞ്ഞിട്ടിരിക്കുകയാണ്. ആൻഡ് ഇപ്പോൾ ഫാൻ ഷോ രാവിലെ വെളുപ്പിനെ 6:30 കൊച്ചിയിലെ ഫാൻ ഷോ. ഞാൻ അതിനാണ് പോകുന്നത്. ആൻഡ് നമ്മുടെ ടോം ഹോളണ്ട് ലോഞ്ച് ചെയ്ത ഫാൻ ഷോ അതാണ്. കൊച്ചിയിൽ മാത്രമല്ല, നമുക്ക് കേരളത്തിലുടനീളം ഒരു 6ഓളം ജില്ലകളിൽ ഫാൻ ഷോസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഇവിടെയൊക്കെ തന്നെ ഒരു സ്പെഷ്യൽ മാഷപ്പ് സ്ക്രീനിങ്, ഒരു ട്രിബ്യൂട്ട് വീഡിയോ സ്പൈഡർമാൻ്റെ നമ്മൾ സിനിമയ്ക്ക് മുന്നേ ഇടുന്നുണ്ട്. അങ്ങനെ ഒരു സെലിബ്രേഷൻ ആയിട്ട് തന്നെയാണ് മാർവൽ ഫാൻസ് ഇന്ത്യയും കേരള പോപ്കോണും കൂടി ഫാൻ ഷോസ് എല്ലാം കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇപ്രാവശ്യം ഫാൻ ഷോസ് മിസ്സായവർ എന്തായാലും വിഷമിക്കേണ്ട. നമ്മൾ ഡൂംസ് ഡേക്ക് ഇതിലും ഗ്രാൻഡ് ആയിട്ട് പരിപാടികൾ ചെയ്യാനാണ് പ്ലാൻ. സോ ഇതൊക്കെ അപ് ടു ഡേറ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടി നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല, ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത്. പിന്നെ നമുക്ക് കോമിക് മന്ത്രയ്ക്ക് ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, അതും കൂടെ ഒന്ന് ഫോളോ ചെയ്തേക്കാം. അപ്പോൾ ഡൂംസ് ഡേയുടെ വീഡിയോ ചെയ്യാത്തതിൽ വീണ്ടും സോറി ചെയ്യുന്നു. ഒരുപാട് പേരെൻ്റെ IBയിൽ ഒന്നിലധികം വട്ടം ചെയ്യുന്നില്ല ചോദിച്ചു വന്നു. തിരക്കുകളായി പോയതുകൊണ്ടാണ്. പക്ഷെ നമ്മുടെ ബ്രാൻഡ് ന്യൂ ഡേ തീർന്നിട്ട് സ്വസ്ഥമായിട്ട് ഇപ്പോൾ ജസ്റ്റ് ട്രെയിലർ മാത്രം ബ്രേക്ക് ഡൗൺ ചെയ്യാൻ നമുക്കിപ്പോൾ ഒരുപാട് കണ്ടന്റ് കിട്ടി. 2 ട്രെയിലർ കിട്ടി, അതല്ലാതെ കുറേ ഡീറ്റെയിൽസ് സാൻഡിയ കൊമിക്കോൺ കിട്ടി. സോ അതെല്ലാം കൂടെ ചേർത്ത് ഒരു അൾട്ടിമേറ്റ് വീഡിയോ നമ്മൾ ബ്രാൻഡ് ന്യൂ ഡേക്ക് ശേഷം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടുന്നവരേക്കും ദിസ് ഇസ് രഞ്ജൻ കന്നൂർ സൈനിങ് ഓഫ് ഫ്രം കൊമിക് മന്ത്ര.